ഹലോ എവരി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിസ്റ്റ് വരെയുള്ള ഒരു മൈലാഞ്ചി ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് ആദ്യമായിട്ട് റിസ്റ്റ് ഏരിയയിൽ നമ്മൾ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ഹംസും വരച്ചു കൊടുക്കുന്നു. അതിനോട് ചേർന്ന് ഇച്ചിരി വലിയ നമ്മൾ ഫ്ലവേഴ്സിനൊക്കെ പെറ്റൽസ് വരയ്ക്കില്ലേ, അതുപോലെ ഇത് വരച്ചു കൊടുക്കുന്നു. സ്പൈറലാണ് പിന്നെ വരച്ചു കൊടുക്കുന്നത്. സ്പൈറൽ ഫ്ലവേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ മിക്ക ഡിസൈനിലും മാസ്റ്റർ പീസായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഈ സ്പൈറൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ബേസ്. ഒരു ഫ്ലവറിൻ്റെ ബേസ് തന്നെ ഞാൻ മാക്സിമം കൂടുതൽ യൂസ് ചെയ്യുന്നത് അതാണ്. നമ്മളൊരു ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ വരച്ചു, അതിൻ്റെ കൂടെ ഉള്ളിൽ ഷെയ്ഡിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇനി നമുക്കത് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി സെൻറ്ററിലൂടെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ആ ഫ്ലവർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബോർഡർ വരച്ചു കൊടുക്കുന്നു. വീണ്ടും നമ്മളൊരു സ്പൈറൽ ഫ്ലവർ വീണ്ടും വരയ്ക്കുന്നു. പിന്നെ കുട്ടി കുട്ടി ഹംസ് നമ്മൾ വരച്ചു കൊടുത്ത് ആ ഫ്ലവറിന് എൻഡിങ് ആയിട്ട്, ആ ഡിസൈൻ എൻഡിങ് ആയിട്ട് 3 ലീവ്സ് വരച്ചു കൊടുത്ത് ഒരു ഡോട്ടും കൊടുത്തു. കുഞ്ഞ് റോസ, ഒരു ബട്ടൺ റോസ സ്റ്റൈലിൽ നമ്മൾ അടുത്ത 2 ഫ്ലവേഴ്സ് വരച്ച് ആ ഒരു ഏരിയ എൻഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ വരച്ച് തുടങ്ങിയ അടുത്തുനിന്ന് വീണ്ടും ലൈൻസ് വരച്ച് അത് തിക്ക് ലൈനാക്കി വീണ്ടും ഒരു ലൈൻ വരച്ചു. കൂടുതൽ മെഹന്തി ഡിസൈൻസ് നമ്മൾ കാണുന്നത് ഈ ഹംസാണ് കാണുന്നത്. പിന്നെ സോള് വരച്ചു. അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പോൾ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു ഫ്ലവർ വരയ്ക്കുന്നു, പിന്നെ ലീഫ് വരയ്ക്കുന്നു, പിന്നെ വീണ്ടും ഒരു ഫ്ലവർ വരയ്ക്കുന്നു, വീണ്ടും ലീഫ് വരയ്ക്കുന്നു. അങ്ങനെ നമ്മൾ മിഡിൽ ഫിംഗറിൻ്റെ എൻഡ് വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഡിസൈൻ കാണുമ്പോൾ തോന്നിയേക്കാൻ ഉള്ളിൽ നേരത്തെ ഞാനൊരു ഡിസൈൻ ചെയ്തതിൻ്റെ കളർ കിടപ്പുണ്ട്. ആക്ച്വലി ആദ്യം ഞാൻ എടുത്ത വീഡിയോ വെച്ചിട്ട് ഫ്ലോപ്പായി പോയതാണ്. അപ്പം ഞാനത് വേഗം കഴിക്കളഞ്ഞു. വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഡിസൈൻ. നമ്മൾ ഇതിൻ്റെ എൻഡിലേക്ക് വരുമ്പോഴേക്കും അങ്ങനെ ഡിസൈൻ ഇവിടുത്തെ കഴിഞ്ഞു. നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ ചെക്ക് ഡിസൈനാണ് വരുന്നത്. ആ ചെക്ക് ഡിസൈൻ ഇഷ്ടംപോലെ ചെക്ക് ഡിസൈൻസ് നമുക്ക് കൊണ്ടുവരയ്ക്കാൻ. ഇത് അതിലൊരു ഡിസൈനാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ സിംഗിൾ ലൈൻ വരയ്ക്കും, പിന്നെ അതിൻ്റെ കൂടെ ഡബിൾ ലൈൻ വരച്ച് ചെക്കാക്കും. പിന്നെ ആ ഡബിൾ ലൈൻ വരച്ചത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും, നല്ല തിക്ക് ലൈൻ ആക്കും. ആ ബോർഡേഴ്സൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ ജസ്റ്റ് ആ കോണൊന്ന് ഒട്ടിച്ച് വരയ്ക്കുമ്പോഴേക്കും ഒരു ഫ്ലവർ, നെഗറ്റീവ് ഫ്ലവേഴ്സ് ആ ചെക്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആ തിക്ക് ലൈൻസ് ജസ്റ്റ് ഒന്ന് കോൺ വെച്ച് ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് പോരിക്കൊടുക്കുമ്പോഴേക്കും അങ്ങനെ വരും. മെഹന്തി ഡിസൈൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ആദ്യം ലൈൻ വരയ്ക്കാൻ പഠിക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ അങ്ങനെ പഠിക്കുക. പിന്നെ കുഞ്ഞു കുഞ്ഞ് നമ്മൾ ഹംസ് വരയ്ക്കാൻ നമ്മൾ റാ വരയ്ക്കാൻ പഠിക്കില്ലേ. നമ്മൾ ആദ്യം മലയാളത്തിൽ റാ അല്ലേ പഠിക്കുന്നത്. അപ്പോൾ മെഹന്തി കൊണ്ടിച്ചിട്ട് റാ വരയ്ക്കാൻ പഠിക്കുക ആദ്യം. ഇത് കുഞ്ഞ് റായുണ്ട്, വലിയ റായുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ റായുണ്ട്. അതാണ് ഏറ്റവും മെഹന്തിയിൽ കൂടുതൽ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. ആ റാ വെച്ചിട്ടാണ് മുഴുവൻ നമ്മുടെ വരയ്ക്കുന്നത് മിക്കതും. അതിൻ്റെ നമ്മൾ വേരിയേഷൻസ് ആണ് ഓരോ ഡിസൈനിൽ നമ്മൾ കാണുന്നത്. അടുത്തൊരു ചെക്ക് ഡിസൈനാണ് ഞാനിപ്പോൾ കാണുന്നത്. ഒരു നെറ്റ് പോലെ ക്രോസ് വരച്ചിട്ട് ആ ജോയിൻറ്റ് വരുന്നിടത്തൊക്കെ നമ്മൾ മുട്ടിട്ട് കൊടുക്കും, ഡോട്ട്സ് ഇട്ട് കൊടുക്കും. അതിനുശേഷം അടുത്ത ഫില്ലിങ് ഏരിയയിലേക്ക് പോവുകയാണ്. കുഞ്ഞു കുഞ്ഞു സോൾ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുവാണ്.
ആദ്യം ഒരു സ്പൈറൽ വരയ്ക്കുക, പിന്നെ അതിന് ചുറ്റും ഹംസ് വരയ്ക്കുക, പിന്നെ ഒരു സ്പൈറൽ വരയ്ക്കുക, അതിന് ചുറ്റും അങ്ങനെ. ഞാനിവിടെ ടിപ്പ് ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ, അതിന് പകരം കുഞ്ഞു കുഞ്ഞു ലീഫ് 3 ലീഫ് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തൊരു ഫ്ലവർ വെച്ച് ആ 4 ഫിംഗർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ആക്കുക. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ കാണുന്നതിനായിട്ട് ബെൽ ബട്ടൺ തീർച്ചയായും എനേബിൾ ചെയ്താലേ നോട്ടിഫിക്കേഷനിൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ.